ഇതെല്ലാം ഉച്ചക്കേക്കുള്ള കറിക്കുള്ള സാധനങ്ങളാട്ടോ. അപ്പോൾ ചെമ്മീൻ ഇന്ന് രാവിലെ പോയി മേടിച്ചാണ് കൊടുത്ത, പക്ഷേ ഇന്നലെ മേടിച്ചാട്ടോ. ഞാൻ മസാലയൊക്കെ പെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങോട്ട് വറക്കാൻ വേണ്ടി വെച്ചു. പിന്നെ ചെറുപയറും മത്തനും മുരിങ്ങയും കൂടി ഒരു കറി ഉണ്ടാക്കി മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അത് കുക്കറിൽ അങ്ങോട്ട് വേവിക്കാൻ വെച്ചു. അപ്പോഴേക്കും നമ്മൾ വറക്കാൻ വെച്ചിരിക്കുന്ന മീനെല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് സവാളയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ വെച്ചു. നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് ഞാൻ ഇവിടെ ചെമ്മീൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് അടിച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായിരിക്കും. അപ്പോഴേക്ക് ഞാൻ നമ്മളെ മത്തനും മുരിങ്ങയ്ക്കുള്ള അരിപ്പിനുള്ള തേങ്ങ ശരിയാക്കാൻ വെച്ചു. തേങ്ങ അങ്ങോട്ട് അരിച്ചെടുത്തു കൈയോടെ തന്നെ. അപ്പോഴേക്ക് നമ്മളെ ചെമ്മീനിലെ വെള്ളമൊക്കെ വറ്റി വന്നായിരുന്നു. അതിനകത്തേക്കും കുറച്ച് മല്ലിയില ഇട്ടു. ഇവിടെ മല്ലിയില മസ്റ്റാട്ടോ. മുട്ട റോസ്റ്റിലും ചിക്കൻ കറിയിലൊക്കെ മല്ലിയില മസ്റ്റാണ്. മീൻ കറിയിൽ മാത്രമേ മല്ലിയില ഇടുള്ളൂ. പിന്നെ നമ്മൾ മത്തലിലേക്കുള്ള തേങ്ങ അരിപ്പും കൂടി ചേർത്തു. ഇനി ഇത് തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് ഞാനിതേ കുറച്ച് പപ്പടം കൂടി വറുത്തെടുത്തു. കാരണം പപ്പടം വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്ത് കറിയിലേക്ക് ഇടാം. അപ്പോൾ അത് ഞാൻ പപ്പടം കൂടി വറുത്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുകും പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇടാം. ഉലുവ ഇട്ടാൽ നല്ല രസമായിരിക്കും, പക്ഷേ ഇവിടെ ഉലുവ ഇടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ അതേ നമ്മൾ ഇതും കൂടി ചേർത്തിട്ടുണ്ട്. കടുകൊക്കെ വറുത്തിട്ട് അപ്പോൾ കറി സെറ്റായി. ഇനി ഇത് അടുക്കളേൻ്റെ കോലാണ്. ഇതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് ഇതുപോലെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളവും കൂടെ വെച്ചു. അതിനുശേഷം ഞാൻ ചോറിനാൻ വേണ്ടി ഇരുന്നു. ചേട്ടനെ വിളിച്ചപ്പം വരുന്നില്ല എന്ന് പറഞ്ഞു, ഇന്ന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഴിക്കാമെന്ന് വെച്ചു. മോക്ക് ചോറ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കുന്നത്. എന്നാൽ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കില്ല. അപ്പോൾ എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചക്കയും കൂടെ കഴിച്ചു. ഇന്നലെ അമ്മ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണ്. അപ്പോൾ അതുകൂടെ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്